കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, പക്ഷേ അമ്മയെ വെറുതെ വിടുന്ന തരത്തിലുള്ളത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നേരത്തെ ഇവിടെ കുറ്റക്കാരി എന്നുള്ളത് കോടതി തീരുമാനിച്ചു. ഗ്രീഷ്മയുടെ അമ്മയെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചു. കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്ന തെളിവുകൾ ഇല്ലാത്തതാണ് പ്രോസിക്യൂഷൻ അങ്ങനെ അത് ഉറപ്പിക്കാൻ കഴിയാത്തതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത്. അതിന്റെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിഞ്ഞതാ. നിങ്ങളുടെ തുടർന്ന് നാളെയാണ് ശിക്ഷ വിധിക്കുന്നത്. അവളെ ശിക്ഷിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അമ്മക്കെതിരെ തെളിവില്ലെന്നാണ് ഇപ്പോൾ കോടതി വിധിയിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവരെ വെറുതെ വിടുന്നതാണ് വിധിയിൽ പറയുന്നത്. ഗ്രീഷ്മയുടെ അമ്മയില്ലേ സിന്ധുകുമാരി, ഞങ്ങളെ നാളത്തെ വിധി കഴിഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കും. ഹൈക്കോടതി പോകാൻ പറ്റുമല്ലോ. അപ്പീൽ പോകുന്നതല്ലേ? നാളെ ഹൈക്കോടതി ഇവിടുത്തെ വിധി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലോട്ട് പോകും. ഗ്രീഷ്മയും അമ്മാവനുമാണ് കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ ശക്തമായി നിന്നിട്ടുണ്ട് കോടതി. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവളെ ശിക്ഷിച്ചതിൽ. പക്ഷേ സിന്ധുവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളത് ഞങ്ങൾ തിരക്കും. എന്റെ കേസിന്റെ പിന്നാലെ ഞങ്ങൾ വീണ്ടും പോകും ഹൈക്കോടതി. ഈ വിധിയിൽ ഞങ്ങൾക്ക് തൃപ്തിയാണ് ഗ്രീഷ്മ ചെയ്തുകൊണ്ട്. പക്ഷെ അവളുടെ അമ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുകുമാരിയെ കൂടെ ശിക്ഷിപ്പിക്കാത്ത ഒരു വിഷമേ ഉള്ളൂ. ഞങ്ങൾ മാക്സിമം നോക്കും ഹൈക്കോടതി പോകാൻ. പരമാവധി ശിക്ഷ എങ്ങനെ കിട്ടണമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എപ്പോഴും നാളെ ശിക്ഷ കേട്ടില്ല. പരമാവധി ശിക്ഷ കൊടുക്കണം. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് വലിയൊരു നഷ്ടത്തിനിടയിലാണ് ഇങ്ങനെ ഒരു നിയമ പോരാട്ടം നടത്തിയത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തി നിൽക്കുന്നത്. നാളെ ശിക്ഷ വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു പിന്തുണ നൽകിയത് ആരായിരുന്നു? ഞങ്ങൾക്ക് ഏറ്റവും പിന്തുണ ദൃശ്യമാധ്യമങ്ങൾ തന്നെ. പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ വളരെയധികം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീതകുമാർ സാർ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെയും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി വളർത്തിയതായിരുന്നു ഷാരോണിനെയാണ് പെട്ടെന്ന് നഷ്ടപ്പെട്ടത്. ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ വളർത്തിയ മോനല്ലേ. എന്റെ വിഷമം ഞങ്ങൾക്ക് എന്നും മാറും, എപ്പം മാറുമെന്ന് പറയുന്നത്. ഞങ്ങൾ ജീവിക്കണോ വേണ്ട എന്നുള്ളതാണ്. ഗ്രീഷ്മയുടെ അമ്മയെ കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരല്പം ഒരു ഞങ്ങൾ പോവും, ഞങ്ങൾ നോക്കും. മാക്സിമം കേസിന്റെ കഴിയിലെടുത്ത് ഞങ്ങൾ സാറുമായിട്ടൊക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്നുള്ള രീതിക്ക് ഞങ്ങൾ പോകും. ശിക്ഷാവിധിയോടെ ഞങ്ങൾ തീരുമാനമെടുക്കും. ഏറ്റവും വലിയ ശിക്ഷ പരമാവധി നമുക്ക് കൊടുക്കണം. ഞങ്ങളെ കൊണ്ട് ജീവനെയാണ് ഇപ്പൊ ഇവിടുത്തെ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞു പോണത് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ. ജീവനെയാണ് അവള് കൊന്നു കിടക്കുന്നത്. പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം. എന്നെ പൊന്നെ ജീവനെയാണ്.